ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ IPLന്റെ ആദ്യ ആഴ്ചയിലെ ഒരു ടീം ഓഫ് ദ വീക്ക് സെലക്ട് ചെയ്തിരുന്നു. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇനി മുതൽ എല്ലാ തിങ്കളാഴ്ചകളിലും അതത് ആഴ്ചകളിലെ, അതായത് ആ തിങ്കൾ മുതൽ ഞായർ വരെ നടക്കുന്ന മത്സരങ്ങളിലെ പെർഫോമൻസസ് അനലൈസ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് പ്ലേയിങ് 12നെ കുറിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്നാണ്. ഇന്നത്തെ വീഡിയോ ടീം ഓഫ് ദ വീക്ക് 2 ആണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ആഴ്ചയിലെ മത്സരങ്ങൾ മാത്രമാണ് കണക്കിലെടുക്കുക. അപ്പോൾ ചില ടീമുകൾ 2 മത്സരം കളിക്കും, ചില ടീമുകൾ 1 മത്സരം മാത്രമേ കളിക്കൂ. അങ്ങനെയൊക്കെയുള്ളൊരു ഡിസ്ക്രീപ്പൻസീസ് ഉണ്ട്. അതായത് എല്ലാവരും ഇല്ല ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞ പോലെ മാച്ച് ഡേ വെച്ചിട്ട് തുല്യ മത്സരങ്ങളല്ല കളിക്കുന്നത്. ഉദാഹരണത്തിന് ഈ ഒരു കാലയളവ് ഇപ്പം നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്ന ആ ഒരു പീരീഡിൽ RCB 1 മത്സരമേ കളിച്ചിട്ടുള്ളൂ. എന്നാൽ പഞ്ചാബിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബ് 2 മത്സരം കളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയല്ല, ജസ്റ്റ് കണക്കുകൾ മാത്രം നോക്കാതെ അവരുടെ ആ ഒരു പെർഫോമൻസ്, ആ മത്സരത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു ടീം ഓഫ് ദ വീക്ക് ചൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ഞാൻ അനലൈസ് ചെയ്ത് ഞാൻ കണ്ട കളികളിൽ നിന്നും ഞാനൊരു ടീമിനെ ചൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം. അതായത് ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കുന്ന ഓപ്പണർ ആയിരിക്കത്തില്ല നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് ഞാൻ പെർഫോമൻസ് മാത്രമേ നോക്കിയിരുന്നുള്ളൂ. അതായത് നമ്മുടെ യഥാർത്ഥത്തിൽ IPL ഒരു ടീമിൽ 4 ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ അന്നത്തെ വീഡിയോയിൽ ഞാനത് നോക്കിയിരുന്നില്ല. പക്ഷേ കമൻറ്റിൽ ഒരു കമൻറ്റ് വന്നിരുന്നു, ഇതിൽ 5 ഫോറിൻ പ്ലേയേഴ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അന്ന് ഞാനതിന് റെസ്പോണ്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്യുവർ പെർഫോമൻസ് മാത്രമാണ് നോക്കിയത്. നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സ് കോട്ട ഞാൻ കാര്യമായിട്ട് കണക്കിലെടുത്തിട്ടില്ല. എന്നാൽ അടുത്ത ആഴ്ച ചെയ്യുമ്പോൾ, അതായത് ഇന്നിപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോ മുതൽ അത് നമ്മൾ പ്രോപ്പർ IPL പോലെ ആ ഒരു 4 ഫോറിൻ പ്ലേയേഴ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ അന്ന് ആ കമൻറ്റിന് റെസ്പോണ്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ആ ഒരു ടീം ചൂസ് ചെയ്തപ്പോൾ ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തൊരു വീക്കാണ്. അതുകൊണ്ട് തന്നെ ആകെപ്പാടെ 3 ഫോറിൻ പ്ലേയേഴ്സ് മാത്രമേ ഈ ഒരു പ്ലേയിങ് 12 ഉൾപ്പെട്ടിട്ടുള്ളൂ. അതായത് നമ്മുടെ യങ് പ്ലേയേഴ്സ് കുറേ പ്ലേയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തൊരു ആഴ്ചയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷനൂടെ മനസ്സിൽ കണ്ടിട്ടാണ്, അതായത് ഒരു പ്രോപ്പർ പ്ലേയിങ് 12 എങ്ങനെ ഇരിക്കും ആ രീതിയിൽ തന്നെയാണ് ഞാൻ ടീം ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്പണേഴ്സിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഓപ്പണർ സ്ഥാനത്ത് വന്ന ഒരാൾ ഇത്തവണയുമുണ്ട്, മിച്ചൽ മാർഷ് നമുക്കറിയാം LSGയുടെ താരമാണ്. ഇപ്പോൾ ഈ ഒരു വീക്കിലെ മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഗോൾഡൻ ഡക്കിന് പുറത്തായ താരമാണ് മിച്ചൽ മാർഷ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു കളി ഡക്കിന് പോയ ഒരാളെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു ടീം ഓഫ് ദ വീക്കിൽ ഉൾപ്പെടുത്തിയതെന്ന്. അതിന് കാരണം പുള്ളിയുടെ 2ാമത്തെ മത്സരമാണ്. അതായത് ഈ ആഴ്ചയിലെ 2ാമത്തെ മത്സരമാണ്. മുംബൈ ഇന്ത്യൻസിനെതിരെ 31 ബോളിൽ 60 റൺസ്. അതായത് കളിച്ച 4 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി നേടി. അപ്പോൾ ആ പഞ്ചാബിനെതിരെ മത്സരത്തിൽ മാത്രമാണ് പുള്ളി ഫെയിലായത്. അപ്പോൾ ഇടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് സോയിൽ പിച്ചാണ്. കുറച്ചുകൂടെ, അതായത് സാധാ ബാറ്റിങ്ങിനെ തുണയ്ക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇത്തിരി ഒരു സ്ലോ ആയ പിച്ചാണ്. പക്ഷേ നമ്മളുടെ പുള്ളിയുടെ ബാറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഇത്തിരി സ്ലോ ആയ, അതായത് നോർമൽ പേസിനേക്കാൾ കുറച്ചുകൂടി ഒരു സ്ലോ ആയ പിച്ചാണെന്ന് നമുക്ക് ഒരു കാരണവശാലും തോന്നില്ല. ആ രീതിയിലാണ് തുടക്കം പവർ പ്ലേയിൽ തന്നെ, അതായത് അതിന് തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ 4 വിക്കറ്റ് ഇട്ട് നല്ല ഫോമിൽ വന്ന അശ്വിനി കുമാറിനെയൊക്കെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു ഇന്നിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മത്സരത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു ഇന്നിങ്സ് ആയിരുന്നു മിച്ചൽ മാർഷിൻ്റേത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിച്ചൽ മാർഷിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. കൂടെ ഓപ്പണറായിട്ട് KL രാഹുൽ. ഇതിൽ സത്യത്തിൽ KL രാഹുൽ നമുക്കറിയാം ഡൽഹി ക്യാപിറ്റൽസിൽ മിഡിൽ ഓർഡറിലായിരുന്നു ഇപ്രാവശ്യം കളിക്കേണ്ടിയിരുന്നത്. ആദ്യത്തെ മത്സരത്തിൽ, അതായത് രാഹുൽ കളിച്ച ആദ്യത്തെ മത്സരത്തിൽ ഇറങ്ങിയത് മിഡിൽ ഓർഡറിലാണ്. മുഹമ്മദ് ഷമി നന്നായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് ആണ് തുടങ്ങിയത്. പക്ഷേ ഈ മത്സരം വന്നപ്പോൾ, അതായത് ചെന്നൈക്കെതിരായ മത്സരം വന്നപ്പോൾ ഡുപ്ലസിക്ക് ഒരു ചെറിയ ഇഞ്ചുറി ഇഷ്യൂ വന്നു. അങ്ങനെ വന്നപ്പോൾ KL രാഹുൽ അവർക്ക് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്തു. വളരെ മികച്ച രീതിയിലാണ് കളിച്ചത്. 51 പന്തിൽ 77 റൺസ്. അപ്പം കുറച്ച് ബാറ്റിംഗ് ഡിഫിക്കൽട്ടായ, ഞാനിപ്പോൾ ആ ഒരു മാച്ചിൻ്റെ റിവ്യൂ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ KL രാഹുലിൻ്റെ ഒരു ട്രിഗർ മൂവ്മെൻറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് KL രാഹുൽ കുറച്ചുകൂടി അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് തന്നെയാണ് ഈ സീസണിലുള്ളത്. കുറച്ചുകൂടി അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് KL രാഹുൽ ക്രീസിൽ എത്തിയിരിക്കുന്നതെന്നും നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാനത് അവിടെ വിശദീകരിച്ചിരുന്നു. അതായത് പുള്ളി കുറച്ചുകൂടെ ഒരു ഓപ്പൺ അപ്പ് ആവുന്ന രീതിയിലുള്ള ഒരു ട്രിഗർ മൂവ്മെന്റ് ആയിരുന്നു രാഹുലിൻ്റേത്. അപ്പോൾ രാഹുൽ ആ ഒരു രീതിയിലാണ് വന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ പിച്ച് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ഇന്നിങ്സ് പേസ് ചെയ്തിട്ട് വളരെ മികച്ച ഒരു ഇന്നിങ്സ് ആണ് രാഹുൽ കളിച്ചത്. അപ്പോൾ എൻ്റെ ടീം ഓഫ് ദി വീക്കിലെ ഓപ്പണേഴ്സ് ഇവരാണ്, മിച്ചൽ മാർഷും KL രാഹുലും. ഇനി വൺ ഡൗൺ പൊസിഷനിലേക്ക് ഞാൻ ചൂസ് ചെയ്ത പ്ലെയറും ഈ ഒരു ആഴ്ചയിൽ 2 കളി കളിച്ചിട്ടുണ്ട്. അതിലൊരു കളി ഡക്ക് ആവുകയും ചെയ്തു, ജോസ് ബട്ട്ലറിന്റെ ഈ വീക്കിലെ ആദ്യത്തെ കളി RCBക്കെതിരെ ആയിരുന്നു. 39 പന്തിൽ 73 റൺസ്. ആ ഇന്നിങ്സ് ഒന്ന് പ്രോപ്പറായിട്ട് പുള്ളിയാണ് ത്രൂ ഔട്ട് ആ ഒരു ചേസ് പ്രോപ്പറായിട്ട് കൊണ്ടുപോയത്. അതുപോലെ തന്നെ ടീമിനെ വിജയിപ്പിക്കുകയും ചെയ്തു പുറത്താകാതെ. എന്നാൽ 2ാം മത്സരത്തിൽ സൺറൈസേഴ്സിനെതിരെ ഡക്കിന് പുറത്താവുകയും ചെയ്തു. അത് ഇന്നലെ ആയിരുന്നു. അത് ഒരു പീച്ച് ഓഫ് എ ഡെലിവറിയാണ്. കമ്മിൻസിന്റെ ഒരു മികച്ച പന്തിലാണ് ബട്ട്ലർ പുറത്തായത്. അല്ല ജസ്റ്റ് ചുമ്മാ അടിച്ചൗട്ടായതല്ല, ഒരു നല്ലൊരു പന്തിൽ തന്നെയാണ് ബട്ട്ലർ പുറത്തായത്.
പക്ഷെ ഒരു സൈഡിൽ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സ് ഉള്ളത് കാരണമാണ് ഞാൻ ബട്ട്ലറിനെ ചൂസ് ചെയ്തത്. കാരണം നമുക്കറിയാം അത് ഒരു ചെറിയ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വെച്ച് നോക്കിയാൽ താരതമ്യേന ഒരു ചെറിയ സ്കോർ തന്നെയാണ് അവർ ചേസ് ചെയ്തത്. പക്ഷേ RCB വളരെ നന്നായിട്ട് പന്തെറിഞ്ഞൊരു മത്സരമാണത്. ഹേസൽവുഡ് ആയാലും ഹുവി ആയാലും ഒരുപാട് ലൂസ് ഡെലിവറീസ് ഇല്ലാതെ എറിഞ്ഞൊരു മത്സരമാണിത്. ആ മത്സരത്തിൽ പ്രോപ്പറായിട്ട് വിക്കറ്റ് കളയാതെ, നമുക്കറിയാം നമ്മുടെ GT എന്ന് പറയുന്ന ഒരു ടോപ്പ് ഹെവി ലൈനപ്പാണ്. ഒരു തുടക്കം ഒരു 3-4 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്തേനെ. പക്ഷേ ബട്ട്ലർ തന്റെ വിക്കറ്റ് കളയാതെ എന്നാൽ നന്നായിട്ട് അത്യാവശ്യം സ്ട്രൈക്ക് റേറ്റ് നോക്കി കഴിഞ്ഞാൽ ഓവർ 170 ഉണ്ട്. അതായത് മികച്ച രീതിയിൽ തന്നെ ആ മത്സരം ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ബട്ട്ലറിനെ ഞാൻ 1 ഡൗൺ കൊടുത്തിരിക്കുന്നത്. ഇനി നാലാമനായിട്ട് സൂര്യകുമാർ യാദവ് മുമ്പ് ഇത്തവണ 2 കളി കളിച്ചു. അതിൽ KKRനെതിരെ ജയിച്ചു, പിന്നെ LSGക്കെതിരെ അവർ തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ, അതായത് KKRനെതിരെ മത്സരത്തിൽ 9 പന്തിൽ 27, അത് കഴിഞ്ഞ് തൊട്ടടുത്ത മത്സരത്തിൽ, അതായത് നമ്മുടെ LSG ആയിട്ട് മുംബൈ തോറ്റ മത്സരത്തിൽ 50 അടിക്കുകയും ചെയ്തു. 43 പന്തിൽ 67 റൺസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ IPL വരുമ്പോൾ സൂര്യകുമാർ യാദവ് ഒരു ബാഡ് പാച്ചിലായിരുന്നു. നമുക്ക് ഇന്ത്യക്ക് വേണ്ടിയായാലും കാര്യമായിട്ട് ഇപ്പോൾ തുടക്കത്തിലുള്ള മത്സരങ്ങളിലായാലും കാര്യമായിട്ടൊരു ഫോം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതായത് സൂര്യയുടെ കരിയറിൽ തന്നെ നോക്കിയ ഒരു ബാഡ് ഫേസിലൂടെ ആയിരുന്നു സൂര്യ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ മത്സരങ്ങളിലേക്ക് വന്നപ്പോൾ സൂര്യ പതുക്കെ ഫോം വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ KKRനെതിരെ ആയാലും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ LSGക്കെതിരെ ആയാലും വളരെ നന്നായിട്ട് തന്നെയാണ് സൂര്യ കളിച്ചത്. അപ്പോൾ സൂര്യയാണ് നമ്പർ 4 പൊസിഷനിലുള്ളത്. പക്ഷേ റിസൾട്ട് അവർക്ക് ഫേവറബിൾ ആയിട്ട് വന്നില്ല, എങ്കിലും നല്ലൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ സൂര്യയാണ് 4ാം സ്ഥാനത്ത്. 5ാമത് വെങ്കടേഷ് അയ്യർ. വെങ്കടേശ്വറിന്റെ കാര്യം പറഞ്ഞാൽ വെങ്കടേഷ് അയ്യർ ഒരു മത്സരത്തിൽ മോശം പ്രകടനമായിരുന്നു. 9 പന്തിൽ 3 റൺസ് മാത്രമാണ് മുംബൈക്കെതിരെ എടുത്തത്. പക്ഷേ സൺറൈസേഴ്സിനെതിരെ ഒരു മാച്ച് ഡിഫൈനിങ് ഇന്നിങ്സ്, അതായത് ഒരു റിങ്കു സിംഗുമായിട്ട് വളരെ മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാനും അതുവഴി ആ സ്കോർ 200 പോലൊരു നല്ല സ്കോറിൽ എത്തിക്കാനും കുറച്ച് ഡിഫിക്കൽട്ട് പിച്ചായിരുന്നു. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ സ്ഥിരം കാണുന്നൊരു റൺ ഒഴുകുന്ന പിച്ച് അല്ലായിരുന്നു, സ്പിന്നേഴ്സിനെയൊക്കെ തുണയ്ക്കുന്ന ഒരു പിച്ചായിരുന്നു. പക്ഷെ അവർ നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്തു. പക്ഷെ അവസാനമായപ്പോഴത്തേന് പുള്ളി തുടക്കം കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഇന്നിങ്സ് ശ്രദ്ധിച്ചറിയാം, തുടക്കം ഒരു റണ്ണേ ബോൾ രീതിയിൽ പോയിട്ട് പിന്നീട് എക്സ്പ്ലോഡ് ചെയ്യുകയാണ് ഉണ്ടായത്. വളരെ മികച്ച രീതിയിൽ കമ്മിൻസിനെയൊക്കെ നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. അപ്പം ആ ഒരു നല്ല ഇന്നിങ്സ് ആയിരുന്നു. ഒരു 200+ സ്ട്രൈക്ക് റേറ്റിലായിരുന്നു വെങ്കടേഷ് കളിച്ചത്. അപ്പോൾ ആ ഒരു പ്രൈസ് ടാഗ്, ഒരു ഹെഫ്റ്റി പ്രൈസ് ടാഗ് വന്ന പ്ലെയറാണ് ഈ സീസണിൽ. അപ്പോൾ അത് അവർ KKR അവർ വെങ്കടേഷിൽ വെച്ചിരിക്കുന്ന ട്രസ്റ്റ് അവർ റീപേ ചെയ്യാനും ആയി. അപ്പോൾ ഇനി അങ്ങോട്ടും ഇതുപോലുള്ള പ്രകടനങ്ങൾ തന്നെയായിരിക്കും വെങ്കടേഷിൽ നിന്ന് KKR പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 5ാം സ്ഥാനത്ത് വെങ്കടേഷ് അയ്യറാണ്. 6ാം സ്ഥാനത്ത് ഒരു ഓട്ടോമാറ്റിക് പിക്കാണ് നെഹാൽ വധേര കളിച്ച 2 കളികളിൽ 1 ജയിച്ചു, 1 തോറ്റു. LSGക്കെതിരെ 25 പന്തിൽ 43, അതുപോലെ RRനെതിരെ 41 പന്തിൽ 62. ഇതിൽ തോറ്റ മത്സരം RRനെതിരെ മത്സരത്തിൽ വധേരയും മാക്സ്വെല്ലും ക്രീസിൽ നിന്നപ്പോഴാണ് കുറച്ച് ടഫെങ്കിലും അവർ ഇന്നിങ്സ് ചേസ് ചെയ്യുന്നൊരു തോന്നൽ നമുക്ക് തന്നത്. വധേര നമ്മൾ കഴിഞ്ഞ സീസണിൽ മുംബൈയുടെ താരമായിരുന്നു, ഇപ്പോൾ ഈ സീസണിൽ പഞ്ചാബിൻ്റെ താരമാണ്. വളരെ മികച്ച രീതിയിൽ കളിച്ചു. നല്ലൊരു നല്ലൊരു ഫ്യൂച്ചറുള്ള ഒരു പ്രോസ്പെക്റ്റ് ആണ് നമ്മുടെ നെഹാൽ വധേര. അപ്പോൾ നെഹാൽ വധേരയാണ് നമ്പർ 6. നമ്പർ 7 ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോളിങ്ങിൽ വളരെ നന്നായിട്ടാണ് ബോൾ ചെയ്യുന്നത്. ഇപ്പോൾ 2 മത്സരങ്ങൾ പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വീക്കിൽ 2 മത്സരങ്ങളായാലും നല്ല വിധത്തിലാണ് ബോൾ ചെയ്തത്. KKRനെതിരെ 2 ഓവറിൽ 10 റൺസ് മാത്രം വിട്ടുകൊടുത്തു, 1 വിക്കറ്റ്. അതുപോലെ നമ്മുടെ LSGക്കെതിരെ 5 വിക്കറ്റ് നേട്ടം, 4 ഓവറിൽ 36 റൺസ് കൊടുത്ത് 5 വിക്കറ്റ്. വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത്. പക്ഷേ ബാറ്റിംഗ് വന്നപ്പോൾ LSGക്കെതിരെ 16 പന്തിൽ 28 ഉണ്ട്. പക്ഷേ എന്നാലും ടീമിനെ വിജയത്തിൽ എത്തിക്കാൻ കഴിയാതെ പോയി. അപ്പം KKRനെതിരെ ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അതിന് മുമ്പത്തെ മത്സരത്തിലായാലും ആ ഒരു അറ്റാക്കിങ്, അതായത് പുള്ളിക്ക് ആ ഒരു ചേസിൽ വേണ്ട രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ പോയി ബാറ്റിങ്ങിൽ. ആ ഒരു സ്കോർ റേറ്റ് പെട്ടെന്ന് ഉയർത്തി ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ ഇപ്പോൾ 2 മത്സരങ്ങളിൽ. അപ്പം ഈ ഒരു വീക്കിലല്ല ഒരു മത്സരം, അതിന് മുമ്പത്തെ മത്സരമാണ് പറയുന്നത് GTക്കെതിരെ. അതും കഴിഞ്ഞില്ല, LSGക്കെതിരെയും ടീമിനെ വിജയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ബോളിങ്ങിൽ വളരെ മികച്ച രീതിയിലാണ് ഹാർദിക് പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്പർ 7 ഹാർദിക് പാണ്ഡ്യ. നമ്പർ 8 ജോഫ്ര ആർച്ചർ. ഇപ്പോൾ RR ഈ ഒരു വീക്കിൽ ഒരു മത്സരമേ കളിച്ചിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ നമ്മളിപ്പം രാജസ്ഥാൻ്റെ ടീം റിവ്യൂ വീഡിയോയിലായാലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ആർച്ചറിൻ്റെ മികച്ച ഫോമിലല്ല, ആർച്ചർ നന്നായിട്ട് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങളിലായാലും നന്നായിട്ട് എക്സ്പെൻസീവ് ആയി എന്ന കാര്യം പറഞ്ഞിരുന്നു. കാരണം അവർ ബോൾട്ടിനെ വിട്ടുകൊടുത്തിട്ടാണ് ആർച്ചറിനെ ടീമിലെത്തിച്ചത്. അപ്പോൾ ആർച്ചർ ഒരു 2019 ആഷസിലൊക്കെ കളിച്ചൊരു ആർച്ചർ ഉണ്ടല്ലോ, ആ ഒരു ആർച്ചറിൻ്റെ ഒരു 80% എത്തിയാൽ മാത്രമേ RRന് ആ ഒരു ബൂസ്റ്റ് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഈ IPL തുടങ്ങിയപ്പോഴായാലും ആദ്യത്തെ മത്സരത്തിൽ IPL തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ഫിഗേഴ്സ് ആണ് ആർച്ചർ കൊടുത്തത്. അതിന് തൊട്ടടുത്ത മത്സരത്തിലും ആർച്ചർ എക്സ്പെൻസീവ് ആയി. പക്ഷെ അത് കഴിഞ്ഞുള്ള മത്സരത്തിൽ പുള്ളി പതുക്കെ ഫോമിലേക്ക് വരുന്നതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങി. കഴിഞ്ഞ മത്സരത്തിൽ പഞ്ചാബിനെതിരെ വളരെ മികച്ച രീതിയിലാണ് ആ ഒരു ഓവറിൽ തന്നെ 2 വിക്കറ്റ് ഇട്ടിട്ട് അവരുടെ ചേസ് ഒന്ന് ഹാൾട്ട് ചെയ്യാൻ, അത് തടസ്സപ്പെടുത്താൻ നമ്മുടെ ആർച്ചറിന് കഴിഞ്ഞു.
അപ്പോൾ മികച്ച രീതിയിലാണ് പന്തെറിയുന്നത്, നല്ല സ്പീഡും ഉണ്ട്, അതുപോലെ ആക്യുറസിയും ഉണ്ട്. അപ്പോൾ ആർച്ചർ തിരികെ ഇങ്ങനെ ഫോമിലേക്ക് എത്തുന്നത് RRന് എന്തുകൊണ്ടും നല്ലൊരു സൂചനയാണ്. അപ്പം ജോഫ്ര ആർച്ചറാണ് 8ാം സ്ഥാനത്ത്. ഇനിയുള്ള 3 പ്ലേസസ് 9, 10, 11 ഇത് മൂന്നും ഒരു ടീമിലെ താരങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇത് പറഞ്ഞപ്പോഴത്തേനും നിങ്ങൾക്ക് ഏതാണ് ടീമെന്ന് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. ഗുജറാത്ത് ടൈറ്റൻസ്. 9ാമത് സായി കിഷോർ, 10ാമത് മുഹമ്മദ് സിറാജ്, 11ാമത് പ്രസിദ്ധ് കൃഷ്ണ. ഇവരെ എൻ്റെ ടീമിൽ ഞാൻ നോക്കിയപ്പം ഇപ്പോൾ ഞാൻ ഈ ടീം സെലക്ട് ചെയ്തപ്പോൾ ആദ്യം ഫില്ലായ സ്ലോട്ട്സ് ഇതാണ്, 9, 10, 11 ആണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മികച്ച രീതിയിലാണ് അവർ പന്തെറിഞ്ഞത്. ആദ്യം ഇവരുടെ ഈ വീക്കിലെ ആദ്യത്തെ മത്സരം RCBക്കെതിരെ ചിന്നസ്വാമി പോലെ റൺസ് ഒഴുകുന്ന ഒരു പിച്ചിൽ വളരെ മികച്ച രീതിയിലാണ് ബോൾ ചെയ്തത്. ഇപ്പം സായി കിഷോറിനെ നോക്കിക്കഴിഞ്ഞാൽ 4 ഓവറിൽ 22 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്, സിറാജ് 4 ഓവറിൽ 19 റൺസ് കൊടുത്ത് 3 വിക്കറ്റ്, പ്രസിദ്ധ് കൃഷ്ണ 4 ഓവറിൽ 26 റൺസ് കൊടുത്ത് 1 വിക്കറ്റ്. ഇവർ മൊത്തം അറൗണ്ട് 6 ആ ഒരു ഇക്കോണമി റേറ്റിലാണ് ബോൾ ചെയ്തത്. സിറാജ് 5ൽ താഴെയാണ്, സായി കിഷോർ 6ൽ താഴെയാണ്, നമ്മുടെ പ്രസിദ്ധ് ജസ്റ്റ് ഒരു എബവ് 6.5 ആ ഒരു ഇക്കോണമി റേറ്റിലാണ് ബോൾ ചെയ്തത്. ഇനി അത് കഴിഞ്ഞ ദിവസം SRHനെതിരായ മത്സരം നോക്കിയാലും സായി കിഷോർ 4 ഓവറിൽ 24 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്, സിറാജ് 4 ഓവറിൽ 17 റൺസ് കൊടുത്ത് 4 വിക്കറ്റ്, അതുപോലെ പ്രസിദ്ധ് കൃഷ്ണ 4 ഓവറിൽ 25 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. അപ്പം ഈ 2 മത്സരങ്ങളിലും വളരെ മികച്ച രീതിയിൽ ഇവർ 3 പേരും പന്തെറിഞ്ഞു. ഞാൻ അവരുടെ പ്രിവ്യൂ വീഡിയോയിലും പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ ഗുജറാത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് അവരുടെ ബാറ്റിങ്ങിനേക്കാൾ ഇഷ്ടം ബോളിംഗ് ആണെന്ന്. വളരെ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തുടർച്ചയായിട്ട് അവർ 3 മത്സരം വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു ഓട്ടോമാറ്റിക് ചോയ്സ് ആയിരുന്നു ഈ 3 പേരും. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പാക്ട് പ്ലെയർ ആണ്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് വിപ്രജ് നിഗം, ഡൽഹി ക്യാപിറ്റൽസ് നിന്ന് വിപ്രജ് നിഗം. CSKക്കെതിരെ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്തു, 4 ഓവറിൽ 27 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. പിന്നെ എൻ്റെ മനസ്സിൽ വേറെ ഒരാളുണ്ടായിരുന്നത് ദിഗ്വേഷ് റഥിയാണ്. പക്ഷേ ദിഗ്വേഷിനേക്കാളും ഞാൻ വിപ്രജിനൊരു മുൻതൂക്കം കൊടുക്കാൻ കാരണം വിപ്രജ് ഒരു ഓൾറൗണ്ടറാണ്, അതായത് ബാറ്റിംഗ് കേപ്പബിലിറ്റി ഉള്ളൊരു പ്ലെയർ ആയതുകൊണ്ടാണ് ഞാൻ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ദിഗ്വേഷിനെ ഇട്ടത്. കാരണം ദിഗ്വേഷിനെ ഇപ്പം രണ്ടും ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഈ പ്ലേയിങ് ടൂൾ നോക്കുമ്പോൾ ദിഗ്വേഷ് ഓട്ടോമാറ്റിക്കലി ഇമ്പാക്ട് പ്ലെയർ ആയിട്ടായിരിക്കില്ല വരുന്നത്, ടീമിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രസിദ്ധ് കൃഷ്ണയോ സിറാജിനെയോ ആയിരിക്കും ഇമ്പാക്ട് പ്ലെയർ. അതായത് സപ്പോസ് ഈ ഒരു ടീം മത്സരത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വിപ്രജ് ഇമ്പാക്ട് പ്ലെയറിൻ്റെ കൂടെ വരത്തില്ല, പ്ലേയിങ് ടൂളിൽ വരുള്ളൂ, പകരം പ്രസിദ്ധ് ആയിരിക്കും ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊരു ബെസ്റ്റ് ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ 12ാം സ്ഥാനത്ത് വിപ്രജിനെ ആഡ് ചെയ്തേ ഉള്ളൂ. കാരണം മറ്റേ 3 പേരും ആ ഒരു ആ ഒരു ഫസ്റ്റ് 11ൽ തന്നെ പ്ലേസ് ഡിസേർവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. അപ്പം അതാണ് എൻ്റെ ഈ പ്ലേയിങ് 12 എന്ന് പറയുന്നത്. അത് ഈ വീക്കിലെ കഴിഞ്ഞ മൺഡേ മുതൽ ഈ സൺഡേ വരെ, കഴിഞ്ഞ തിങ്കൾ മുതൽ ഈ ഞായർ വരെയുള്ള ഒരു ബെസ്റ്റ് പ്ലേയിങ് 12 ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു പ്ലേയിങ് 12 ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഓപ്പണിങ്ങിൽ LSGയിൽ നിന്ന് മിച്ചൽ മാർഷ്, ഡൽഹി ക്യാപിറ്റൽസിൽ നിന്ന് KL രാഹുൽ, 1 ഡൗൺ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ജോസ് ബട്ട്ലർ, നമ്മുടെ 4ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസിൽ നിന്ന് സൂര്യകുമാർ യാദവ്, 5ാമത് കൊൽക്കത്തയിൽ നിന്ന് വെങ്കടേഷ് അയ്യർ, 6ാമത് പഞ്ചാബ് കിങ്സിൽ നിന്ന് നെഹാൽ വധേര, 7ാമത് മുംബൈ ഇന്ത്യൻസിൽ നിന്നും ഹാർദിക് പാണ്ഡ്യ, 8 RRൽ നിന്നും ജോഫ്ര ആർച്ചർ, 9, 10, 11 സ്ഥാനങ്ങളിൽ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് സായി കിഷോർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, 12ാമനായിട്ട് ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും വിപ്രജ് നിഗം. ഞാൻ ഈ ചൂസ് ചെയ്തിരിക്കുന്ന പ്ലേയിങ് 12നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ മനസ്സിൽ ഈ വീക്കിൽ ഇതിനേക്കാൾ നല്ലൊരു പ്ലേയിങ് 12 ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.